CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മഞ്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ മറ്റം നമ്പഴിക്കാട് സ്വദേശി മരിച്ചു. പുളിക്കൽ സുബ്രഹ്മണ്യന്റെ മകൻ പ്രദീപാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7:30 മഞ്ചേരി അഴീക്കോട് വെച്ചാണ് അപകടമുണ്ടായത്. ജില്ലാ അത്ലറ്റിക് മീറ്റിൽ തൃശൂർ വിമല കോളേജ് ചാമ്പ്യന്മാർ. 503 പോയിന്റ് എന്ന മീറ്റിന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച പ്രകടനങ്ങളിലൊന്നായാണ് വിമല 68ാമത് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ കിരീടമണിഞ്ഞത്. ജില്ലാ അത്ലറ്റിക് മീറ്റിൽ അഭിമാന നേട്ടം കൈവരിച്ച് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. 14 വയസ്സിനു താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അല്ലമീൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. 100ന്റെ നിറവിലെത്തിയ പൊതുവിദ്യാലയത്തിന്റെ ആഘോഷങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ ഒഴിവാക്കിയതായി ആക്ഷേപം. വേലൂർ രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചില സാംസ്കാരിക രാഷ്ട്രീയ പവർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള വാർഷികാഘോഷമാക്കി മാറ്റുന്നതായി ആക്ഷേപമുയർന്നിരിക്കുന്നത്. പൊന്നിയൂരിൽ കാണാതായ സ്കൂൾ വിദ്യാർത്ഥിയെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തി. വടക്കേ പൊന്നിയൂർ സ്വദേശിയായ 16-കാരനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. മാലിന്യമുക്ത നവകേരളം പരിപാടിയോടനുബന്ധിച്ച് കുന്നംകുളം GLP സ്കൂളിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. കടങ്ങോട് സ്വാമിപടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ പട്ടിക്കര പുതുവീട്ടിൽ ഷറഫു, സബീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 14-കാരൻ കിണറ്റിൽ വീണു മരിച്ച സംഭവത്തിൽ ലോഡ്ജിന് ലൈസൻസ് നൽകിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അകലാട് MIC ഇംഗ്ലീഷ് സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കിയ ഫൈൻഡ് ദി ജീനിയസ് ഫലം കണ്ടു. 5 മാസത്തിനുള്ളിൽ 3 വിദ്യാർത്ഥികൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഹരിയാനയിൽ നടന്ന 17ാമത് നാഷണൽ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 100 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ പാത്രമംഗലം സ്വദേശി ഫിർദൌസിനെ യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. 2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഏലിയങ്ങാട്ട് ചിറയ്ക്ക് ശാപമോക്ഷമാകുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചിറയിൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടത്തും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. മോർ ഓസ്താത്തിയോസ് ശ്ലീവ ബാബയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ 104ാമത് ശിലാസ്ഥാപന പെരുന്നാളിന്റെ കൊടിയേറ്റം കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രോപൊലിത്ത നിർവഹിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേയിൽ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിച്ച സ്വകാര്യ ബസ് KSRTC ബസിൽ ഇടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന വടക്കേകാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനും നവരാത്രി മഹോത്സവത്തിനും തുടക്കമായി. യെൽദോ മോർ ബസേലിയോസ് ബാബയുടെ 330ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപള്ളിയിലെ MYM യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധന്റെ കബറിങ്കലിലേക്കുള്ള തീർത്ഥയാത്ര നടത്തി. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചങ്ങാലിക്കോടൻ വാഴക്കന്നുകളുടെ ആദ്യഘട്ട വിതരണം നടത്തി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ വാർഡുതല ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. കൊരട്ടിക്കര മടപ്പാട്ടിൽ താഴം കുറവേ നഗർ റോഡിൽ ഇരുട്ടിന്റെ മറവിൽ ശുചിമുറി മാലിന്യം ഒഴുക്കി. തൂവാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ കൊട്ടിക്കയറി ചൂണ്ടൽ ശ്രീബുദ്ധ കലാസമിതിയിലെ കലാകാരന്മാർ. 24 കലാകാരന്മാരുടെ സംഘമാണ് ക്ഷേത്രാങ്കണത്തിൽ ശിങ്കാരിമേളത്തിൽ കൊട്ടിക്കയറിയത്. കൂത്തുപറമ്പ് സമരത്തിലെ പോരാളി പുഷ്പന്റെ നിര്യാണത്തെ തുടർന്ന് DYFI മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഇർഷാദ് മുഖ്യാതിഥിയായി. DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പാത്രമംഗലത്ത് ബൈക്ക് കാറിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. വേലൂർ കോതം കണ്ടത്ത് വീട്ടിൽ കൃഷ്ണദാസിനാണ് പരിക്കേറ്റത്. ചാവക്കാട് MRRM ഹൈസ്കൂളിലെ 1984-85 പൂർവ്വ വിദ്യാർത്ഥികളുടെ 6ാം വാർഷിക സംഗമം നടന്നു. ഗുരുവായൂർ MLAയും ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവും ദീർഘകാലം കടങ്ങോട് റൈസ് മിൽ ബ്രാഞ്ച് സെക്രട്ടറിയും ദേശാഭിമാനി പത്രമേജന്റുമായിരുന്ന CS മോഹനന്റെ 2ാം അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.